ഇപ്പോൾ TV ചാനലിൽ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ചില ആളുകൾ പെട്ടെന്ന് പൊന്തി വരാറുണ്ട്. അവരുടെ ലക്ഷ്യം നമുക്കറിയാം, ഒരാൾ പെട്ടിയിലായി, അത് സുകുമാർ അഴീക്കോടാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മയൊന്ന് കല്ലെടുത്തെറിഞ്ഞിട്ട് ഫേമസ് ആവുന്നൊരു പരിപാടി മൂപ്പർക്കുണ്ടായിരുന്നു. മൂപ്പർ മരിച്ചും പോയി. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മഹാജ്ഞാനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാമി സന്ദീപാനന്ദ ഗിരി. ഞാൻ ഈ വിഷയത്തെ വികാരപരമായി സമീപിക്കാതെ ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ, ഇത് അറിഞ്ഞുകൂടാത്ത ഹിന്ദുക്കളുടെ മുമ്പിൽ ഇതിൻ്റെ ശാസ്ത്രീയമായ ചില വശങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സന്ദീപാനന്ദഗിരിയുടെ മുഖ്യമായ ആരോപണം? സന്ദീപാനന്ദഗിരി ആരോപിക്കുന്നത് ഇത് ഒരു സന്യാസ ആശ്രമമേ അല്ല, കേരളത്തിൽ ഒരൊറ്റ സന്യാസിയേ ഉള്ളൂ, അത് ഞാനാണെന്നാണ് സന്ദീപാനന്ദഗിരി പറയുന്നത്. നമുക്കറിയാം, അമ്മയുടെ ആശ്രമം വരുന്നത് ശൃംഗേരി മഠത്തിൻ്റെ സമ്പ്രദായത്തിൽ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലുള്ള ആളുകൾക്ക് സന്യാസം എടുക്കാൻ വേണ്ടിയാണ് ശൃംഗേരി മഠം ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ചത്. ആ ശൃംഗേരി മഠത്തിന് കീഴിൽ വരുന്ന ബ്രഹ്മചാരികൾക്ക് ചൈതന്യ എന്ന നാമം, ഒരു പീതവസ്ത്രവും മഞ്ഞ വസ്ത്രവും കൊടുക്കും. അപ്പോൾ ഈ സന്ദീപാനന്ദഗിരി മുമ്പ് എന്തായിരുന്നു? സന്ദീപ് ചൈതന്യ അല്ലേ? ഈ സന്ദീപ് ചൈതന്യ എവിടെയായിരുന്നു? മഹാനായ സ്വാമി ചിന്മയാനന്ദന്റെ ആശ്രമത്തിലായിരുന്നു, ചിന്മയ മിഷനിലായിരുന്നു. അവിടെ നിന്ന് ഏതാനും കാലം പ്രസംഗിച്ച് നടന്നപ്പോൾ കിട്ടുന്ന ദക്ഷിണയൊക്കെ സ്വന്തമായിട്ട് പുട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ ആ മഠത്തിന്റെ ഇന്റർനാഷണൽ ഹെഡായ സ്വാമി തേജോമയാനന്ദ പറഞ്ഞു, സന്ദീപ് ചൈതന്യ, താങ്കൾക്ക് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കലാണ് താല്പര്യമെങ്കിൽ, താങ്കൾ സന്യാസാശ്രമത്തിന് വിരുദ്ധമായി സ്വകാര്യ സ്വത്ത് വമ്പിച്ച രീതി കൂട്ടാനാണ് താല്പര്യമെങ്കിൽ, താങ്കൾ ദയവ് ചെയ്ത് പുറത്തേക്ക് പോയിക്കൊള്ളൂ. എന്നിട്ട് സ്വാമി തേജോമയാനന്ദോട് പറയാതെ ദൈക്യരാമാനം ആശ്രമം കടന്നു പോവുകയും ഗൾഫിലുള്ള ഏതാനും മുതലാളിമാരുടെ തണലിൽ കഴിയുകയും വർഷങ്ങളോളം ആ തരത്തിൽ സുഖിച്ച് ജീവിക്കുകയും ചെയ്ത് സമ്പാദിച്ച ശേഷം ഭാരതത്തിൽ വന്ന് അമ്മയുടെ മഠത്തിൽ കയറാൻ നോക്കി, അമ്മ സമ്മതിച്ചില്ല. ചിന്മയ മിഷനിൽ തിരിച്ചു കയറാൻ നോക്കി, അവർ ഒട്ടും സമ്മതിച്ചില്ല. രാമകൃഷ്ണ മഠം തീരെ സമ്മതിച്ചില്ല. കാരണം ഇയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട്. സന്ദീപാനന്ദഗിരിക്ക് ഇപ്പോൾ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പോയിരിക്കാൻ പറ്റൂ, പീപ്പിൾ ടിവിയുടെ ആ സ്റ്റുഡിയോയിൽ മാത്രമാണ്. വേറെ എവിടെയാൾ അടുപ്പിക്കാറില്ല, ക്ഷേത്രങ്ങളിൽ പോലും അടുപ്പിക്കാറില്ല. അപ്പോൾ പിന്നെ ഒറ്റ വഴിയുള്ളൂ. അപ്പോൾ സന്ദീപ് ചൈതന്യ സന്യാസമെടുത്തപ്പോൾ പേരെന്തായി? സാധാരണഗതിയിൽ ശൃംഗേരി മഠത്തിന് കീഴിൽ സന്യാസമെടുത്തു കഴിഞ്ഞാൽ, ചൈതന്യ എന്ന നാമം മാറിക്കഴിഞ്ഞാൽ, സന്യാസിയായി കഴിഞ്ഞാൽ പേരിനോടൊപ്പം പുരി, ഭാരതി, സരസ്വതി എന്ന് മാത്രമേ വരൂ. പുരി അല്ലെങ്കിൽ ഭാരതി അല്ലെങ്കിൽ സരസ്വതി. ഈ സന്ദീപ് ചൈതന്യ മാത്രം എങ്ങനെയാണ് സന്ദീപാനന്ദ ഗിരിയായത്? അതൊരു വലിയ കഥയാണ്. അതെന്താണ്? സന്യാസ പാരമ്പര്യത്തെ വഞ്ചിച്ചുകൊണ്ട് മഹാനായ സ്വാമി ചിന്മയാനന്ദന്റെ മഠത്തെ വഞ്ചിച്ചുകൊണ്ട് പണം കൊണ്ട് പുറത്തേക്ക് കടന്ന ഒരു വ്യക്തിയാണ് സന്ദീപാനന്ദഗിരി എന്നറിയപ്പെടുന്നയാൾ. അയാൾ മറ്റൊരു മഠത്തിൽ പോയി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മഹാനായ കാശികാനന്ദഗിരിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സന്യാസം മേടിച്ചയാളാണ്. സന്യാസം വാങ്ങിക്കഴിഞ്ഞാൽ ആശ്രമത്തിൽ തങ്ങുക എന്നുള്ളതാണ് പതിവ്. അന്നേ ദിവസം സ്വാമി സന്ദീപാനന്ദഗിരി താങ്കൾ എവിടെയാണ് തങ്ങിയത്? സന്ദീപാനന്ദഗിരി സന്യാസം സ്വീകരിച്ച ദിവസം ആശ്രമത്തിൽ തങ്ങാതെ, കാശികാനന്ദഗിരിയുടെ ആശ്രമത്തിൽ തങ്ങാതെ താങ്കൾ എവിടെയാണ് തങ്ങിയത്? ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഒരു യുവതിക്കൊപ്പം താങ്കൾ തങ്ങിയോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത് വരും കാലങ്ങളിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും. കാരണം സന്യാസി നാമത്തിൽ ഹിന്ദുക്കളുടെ നായകനെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടോർപിഡോവാണ് ഈ സന്ദീപാനന്ദഗിരി. അത് മറക്കരുത്. ആരുടെയൊക്കെയോ കയ്യിലെ ചട്ടുകമാണ് സന്ദീപാനന്ദഗിരി. ഗെയിൽ ട്രെഡ്വെൽ ഇന്ന് എങ്ങനെയാണോ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തെ വഞ്ചിച്ചുകൊണ്ട് പുറത്തു കടന്നത്, എങ്ങനെയാണോ ഗെയിൽ ട്രെഡ്വെൽ ആശ്രമം വിട്ട് കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ട് ആശ്രമത്തിനെതിരെ ഏറ്റവും മ്ലേച്ഛമായ ഒരു ആരോപണം വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ മഹാനായ ചിന്മയാനന്ദ സ്വാമികളെ വഞ്ചിച്ച് പുറത്തു കടക്കുകയും യുവതികളോടൊപ്പം ലൈംഗിക ക്രീഡയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ രമിക്കുകയും ചെയ്യുന്ന താൻ എന്നാണ് സന്യാസിയായതെന്ന് തന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഓരോ അമ്മയുടെ ഭക്തനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സന്ദീപാനന്ദഗിരി, താങ്കൾ ടെലിവിഷൻ ചാനലിൽ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ സദാചാര കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ താങ്കൾ ചെയ്ത കാര്യങ്ങൾ തെളിവായി ഞങ്ങളുടെ പക്കലുണ്ട് എന്നത് മറക്കരുത്. അത് എന്നാണ് കത്തിക്കേണ്ടത്, എപ്പോഴാണ് കത്തിക്കേണ്ടത് വ്യക്തമായി ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി വരും കാല കേരളം കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. സന്ദീപാനന്ദഗിരിക്ക് അറിയാമോ? സന്ദീപാനന്ദഗിരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണപ്രേയസി ഉഷാ നായർ. ആരാണ് ഈ ഉഷാ നായർ? സന്ദീപാനന്ദഗിരി മറുപടി പറയണം. അല്ലെങ്കിൽ സന്ദീപാനന്ദഗിരി അംഗീകരിക്കുന്ന, കാലു പിടിച്ചുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണ് ഈ ഉഷാ നായർ എന്ന് സന്ദീപ് ചൈതന്യയോട്, ഇപ്പോഴത്തെ സന്ദീപാനന്ദഗിരിയോട് സ്വയം ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ സന്ദീപ് ചൈതന്യയെ, സന്ദീപാനന്ദഗിരിയെ കൊടയ്ക്ക് കീഴിൽ കൊണ്ടു നടക്കുന്നവർ ശ്രദ്ധിക്കുക.
ലൈംഗിക ചുവയുള്ള വാർത്തകൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരു ലൈംഗിക അരാജകത്വമുള്ള ഒരു തെമ്മാടിയായ സന്ദീപാനന്ദഗിരിയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടലാണ് കടവ് റിസോർട്ട്. കടവ് റിസോർട്ടിൽ ഒരു ദിവസം 14,000 രൂപ കൊടുക്കേണ്ടുന്ന മുറി വാടകയുള്ള മുറിയിൽ മാത്രമേ സന്ദീപാനന്ദഗിരിക്ക് കടന്നാൽ ഉറക്കം വരികയുള്ളൂ. ഒരു ദിവസം 14,000 രൂപ ദിവസ വാടകയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലെ മുറിയിൽ മാത്രമേ ഈ മഹാൻ സന്ദീപാനന്ദഗിരി ഉറങ്ങുകയുള്ളൂ. ഡൽഹിയിലെ നാരായണീയ സത്രം നടന്ന സമയത്ത് ആ ആശ്രമക്കാര്, അതിന്റെ ഓർഗനൈസേഴ്സ്, നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അന്വേഷിക്കാം ഈ വിവരങ്ങളെ പറ്റിയെല്ലാം. ആ ഡൽഹിയിലെ നാരായണാശ്രമത്തിൽ അവിടെ നാരായണീയ സത്രം നടക്കുന്ന സമയത്ത് അവിടെ സംസാരിക്കാൻ വേണ്ടി പോയ ഈ സന്ദീപാനന്ദഗിരി ഇന്ത്യൻ മലേഷ്യൻ ഒറിജിനിലുള്ള ഒരു പെൺകുട്ടി, അവർ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള പെൺകുട്ടിയാണ്. ആ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ഒരു പെൺകുട്ടിയോട് ഒന്നിച്ച് ഒരു സ്വകാര്യ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് താമസിച്ചത്. ആ വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തിനാണ് സന്യാസാശ്രമത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദീപാനന്ദഗിരി സ്വകാര്യ ഹോട്ടലുകളിൽ മാത്രം താമസിച്ചുകൊണ്ട് യുവതികളോടൊപ്പം മുറിയടച്ചത് താങ്കൾ ഭാഗവതം വായിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് തെളിവില്ല. പക്ഷെ ഗെയിൽ ട്രെഡ്വെൽ പറഞ്ഞ പേര് താങ്കൾ മുറിയടക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അമൃത സ്വരൂപാനന്ദ പീഡിപ്പിച്ചു എന്നതാണ് പ്രശ്നം. അമൃത സ്വരൂപാനന്ദ പീഡിപ്പിച്ചോ ഇല്ലയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സന്ദീപാനന്ദഗിരിയുടെ മുഖം എടുത്തു വെക്കുക, അമൃത സ്വരൂപാനന്ദന്റെ മുഖം എടുത്തു വെക്കുക. ഇതിൽ ആരാണ് പീഡകനെന്ന് ചെറിയ കൊച്ചുകുട്ടിയും വിരൽ ചൂണ്ടിക്കാണിക്കും. മുഖം നോക്കിയാൽ മതി, അതിലധികം ബുദ്ധിയൊന്നും വേണ്ട. നന്നായി പാടുന്ന സംഗീതജ്ഞനായ അറിവുള്ള ശാസ്ത്രപഠിത്തമുള്ള തപസ്സുള്ള സന്യാസിമാരെ കാണുമ്പോൾ എന്നും 24 മണിക്കൂറും ശീതീകരിച്ച ഹോട്ടൽ മുറികളിൽ യുവതികളോടൊപ്പം രമിക്കുന്ന സന്ദീപാനന്ദഗിരിക്ക് സഹിക്കാത്തതിന്റെ പ്രത്യയശാസ്ത്രമൊക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ തന്റേത് സന്യാസമല്ലെന്നും പൈസ കൊടുത്തു വാങ്ങിയ ഏർപ്പാടാണെന്നും താൻ സ്വയം തിരിച്ചറിയാത്തത് എന്താണ്? അല്ലെങ്കിൽ സന്ദീപ് ചൈതന്യ എങ്ങനെ സന്യാസിയെന്നും എങ്ങനെ ചൈതന്യ നാമം മാറി ഗിരി എന്ന ശാസ്ത്രവിരുദ്ധമായ പാരമ്പര്യ വിരുദ്ധമായ നാമം തനിക്ക് കിട്ടിയെന്നും എന്തുകൊണ്ട് പീപ്പിൾ ചാനലുകാരൻ ചോദിച്ചു മനസ്സിലാക്കുന്നില്ല? രണ്ടാമത്തെ കാര്യം, സന്ദീപ് ചൈതന്യ ഉന്നയിക്കുന്ന മുഖ്യമായ ഒരു കാര്യം, അമ്മ സർവജ്ഞയാണെങ്കിൽ എല്ലാം അറിയുന്നവളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീച സ്ത്രീയെ 20 കൊല്ലം തന്റെ ശിഷ്യയായി വെച്ചത്? ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. സന്ദീപാനന്ദഗിരിക്കും പീപ്പിളുകാരനും മനസ്സിലാവുന്ന ഒരൊറ്റ ഉത്തരമേ ഇതിനുള്ളൂ. സ്വാമി ചിന്മയാനന്ദൻ എന്ന മഹാനായ ചിന്മയാനന്ദ സ്വാമികൾ, അറിവുള്ള തപസ്സുള്ള ചിന്മയാനന്ദ സ്വാമികൾ ഒരു വിഷപ്പാമ്പിനെ അല്ലേ ഇത്രയും കാലം പോറ്റിയിരുന്നത് സന്ദീപ് ചൈതന്യ? താങ്കളെപ്പോലൊരു വിഷപ്പാമ്പിനെ ചിന്മയാനന്ദ സ്വാമികൾ പോറ്റിയില്ലേ കുറെ കാലം? അത് ചിന്മയാനന്ദ സ്വാമികളുടെ കഴിവുകേട് കൊണ്ടാണോ അതോ തന്റെ വൃത്തികേട് കൊണ്ടാണോ? ഇത് സ്വയം ചോദിക്കണം സന്ദീപാനന്ദഗിരി. താങ്കൾ ചിന്മയാനന്ദ സ്വാമിയുടെ കഴിവുകേട് കൊണ്ടാണോ അത്രയും കാലം ആശ്രമത്തിൽ നിന്നത്? ആ ആശ്രമത്തെ വഞ്ചിച്ച് പുറത്തു പോയത്, പണം തട്ടിയെടുത്തുകൊണ്ട് പുറത്തു പോയത്? അതുപോലെ തന്നെയാണ് ഗെയിൽ ട്രെഡ്വെൽ ചെയ്തത്. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. മഗ്ദലന മറിയം എന്ന ഒരു വേശ്യാസ്ത്രീയെ ആളുകൾ കൂടി കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ ഒരു വേശ്യാസ്ത്രീയോട് പോലും പൊറുക്കുന്ന കാരുണ്യമുള്ള മനസ്സിനുടമകളാണ് മഹാത്മാക്കൾ. അങ്ങനെയാണ് അമ്മയെപ്പോലുള്ള മഹാത്മാക്കളെ തിരിച്ചറിയേണ്ടത്. സന്ദീപാനന്ദഗിരി ഉന്നയിക്കുന്ന പ്രഥമമായ ആരോപണം അമ്മ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് തന്നെ എനിക്ക് തന്നോടും തിരിച്ചു ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ചിന്മയാനന്ദ സ്വാമികൾ അറിഞ്ഞില്ല ഇതൊരു വിഷപ്പാമ്പാണെന്നുള്ള അറിഞ്ഞില്ല? ഡിവൈഎഫ്ഐക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി ഇപ്പോഴും മനസ്സിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സന്യാസിയെ ലോകത്ത് ഇവനെ മാത്രമേ കാണുള്ളൂ. വേറെ ആർക്കും ഇത്ര അധമമായി സംസാരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സന്ദീപാനന്ദഗിരി സംസാരിക്കുന്ന രീതിയിൽ അതേ ഭാഷയിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷെ സന്ദീപാനന്ദഗിരിയുടെ സംസ്കാരമല്ല നമ്മുടേത്. സന്ദീപാനന്ദഗിരി ചോദിക്കുന്നു, ആസ്ട്രേലിയയിലുള്ള ഒരു ഭക്തന്റെ വീട്ടിൽ അമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചൂടുപാൽ വെക്കുമ്പോൾ പിന്നീട് അവനെ അമേരിക്കയിൽ നിന്ന് കാണുമ്പോൾ മോനെ ചൂടുപാൽ വെച്ചിട്ട് അമ്മയുടെ നാവ് പൊള്ളി എന്ന് പറയാൻ മാത്രം സർവജ്ഞത്വമുള്ള അമ്മ എന്തുകൊണ്ട് സ്വന്തം സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ കാണുന്നില്ല എന്ന് ചോദിക്കുന്നു. ശ്രീകൃഷ്ണന്റെ കഥ TV ചാനലിൽ പണം കൊടുത്ത് സമയം വാങ്ങി പറഞ്ഞാൽ മാത്രം പോരാ, ആ ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയുകയും വേണം. ജരാസന്ധനോട് തോറ്റോടി ശ്രീകൃഷ്ണൻ. ജരാസന്ധനോട് ശ്രീകൃഷ്ണൻ തോറ്റോടിയത് അറിവില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ അല്ലല്ലോ. ശ്രീകൃഷ്ണൻ സെമന്തകമണി മോഷ്ടിച്ചു എന്ന് അപവാദ പ്രചരണം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാഞ്ഞത് സർവജ്ഞത്വമില്ലാഞ്ഞിട്ടല്ലോ. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയാണ് താൻ നടത്തുന്നത് എന്നെങ്കിലും പോലും ഉള്ള ബോധം സന്ദീപാനന്ദഗിരിക്ക് ഉണ്ടായിരിക്കണമായിരുന്നു. യേശുദേവൻ മഗ്ദലന മറിയത്തോട് പൊറുത്തതുപോലെ ഗെയിൽ ട്രെഡ്വെലിനോട് അമ്മ എന്നോ കാലം ക്ഷമിച്ചതാണ്. കാരണം അമ്മയെ പല രീതിയിൽ അപായപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. തന്റെ ചുവട് വെട്ടുമ്പോഴും ഒരു മരം വെട്ടുന്നവന് തണൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
തന്റെ ചുവട് വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു മരം തണൽ കൊടുക്കുന്നത് പോലെ അമ്മ ഇത്തരത്തിലുള്ള എല്ലാ വിവാദങ്ങളെയും ആ രീതിയിൽ മാത്രമേ കാണാറുള്ളൂ. കാരണം ശാസ്ത്രം ഉദ്ഘോഷിക്കുന്ന മഹാത്മാക്കളുടെ അവസ്ഥ അതാണ്. സന്ദീപാനന്ദഗിരി പറയുന്നു, ആൾ ദൈവങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. ആൾ ദൈവം എന്താണ്? ഈ ആൾ ദൈവം കുറെ കാലമായി നാം മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആൾ ദൈവം എന്നൊരു വാക്ക്, ഈ വാക്ക് ഇന്ത്യൻ ഗുരുക്കന്മാരെ, ഭാരതീയ ആചാര്യന്മാരെ അവഹേളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ ഗോഡ് മാൻ എന്ന് പറയും, ഗോഡ് മാൻ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കവലകളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ, ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജിക്കപ്പെടുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ, ഇതെല്ലാം നാം ഈശ്വരനായി ആരാധിക്കുന്നു. എന്റെ ചോദ്യം, ഇവരെല്ലാം ഒരു കാലത്ത് മനുഷ്യരായി ജീവിച്ചവരല്ലേ? ശ്രീകൃഷ്ണൻ ഒരു കാലത്ത് നമ്മോടൊപ്പം ജീവിച്ച ആളല്ലേ? യേശുക്രിസ്തു ഒരു കാലത്ത് ഭൂമിയിൽ ജീവിച്ച ആളല്ലേ? അപ്പോ മനുഷ്യൻ തന്നെയല്ലേ ഈശ്വര സ്ഥാനത്തേക്ക് ഉയർന്നത്? ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മജ്ഞാനം നേടിയവൻ ബ്രഹ്മം തന്നെ എന്ന ഉപനിഷത്ത് പ്രമാണം ഒരു പക്ഷേ സന്ദീപ് ചൈതന്യ പഠിച്ചിരിക്കില്ല. അതുമാത്രവുമല്ല, ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ പക്ഷം, ഈ ആൾദൈവ ആരോപണത്തെ പറ്റി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഗീതാ ജ്ഞാനയജ്ഞങ്ങൾ നാടകം നടത്തി പണമുണ്ടാക്കി ഹോട്ടലുകളുടെ ശീതീകരിച്ച മുറിയിൽ യുവതികൾക്കൊപ്പം ഉറങ്ങുന്ന സന്ദീപാനന്ദഗിരി, താങ്കൾ ഒരു പക്ഷേ ഈ ശ്ലോകവും ഇതിന് ആദിശങ്കര ഭഗവത്പാദർ കൊടുത്തിരിക്കുന്ന ഭാഷ്യവും പഠിച്ചിരിക്കാൻ ഇടയില്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു, അവജാനന്തി മാം മൂഢാഹ, മൂഢന്മാർ, വിഡ്ഢികൾ, കഴുതകൾ എന്നെ ആൾ ദൈവമെന്ന് പറഞ്ഞ്, മനുഷ്യനെന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. അവജാനന്തി മാം മൂഢ, മൂഢന്മാരെന്നെ മനുഷ്യന്റെ ശരീരം സ്വീകരിച്ചിരിക്കുന്നവൻ വെറുമൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നു. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം, മനുഷ്യന്റെ ശരീരം പോലെ ഉണ്ടല്ലോ, താനും ഒരു മനുഷ്യനെ പോലെ തന്നെ, താനും എന്നെ പോലെ നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, താനും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ആളുകൾ ചോദിക്കുന്നു. അവജാനന്തി മാം മൂഢാഹ, അത്തരം മൂഢന്മാരായ മനുഷ്യർക്ക് പരംഭാവം അജാനന്തോ, എന്റെ പരമമായ ദിവ്യഭാവത്തെ പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇവർ എന്നെ വെറുമൊരു കേവലം മനുഷ്യനായി കണ്ട് അപമാനിക്കുന്നു എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നു. താൻ ഗീതാജ്ഞാനയജ്ഞം സ്വയം നടത്തുന്ന ആളാണല്ലോ സന്ദീപാനന്ദഗിരി. താൻ എന്തുകൊണ്ട് സ്വയം ചോദിക്കുന്നില്ല, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് ഈ ശ്ലോകം 9-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകമായി ചേർത്തിരിക്കുന്നു എന്ന് ചിന്തിക്കാത്തത് എന്താ? എന്തുകൊണ്ട് വ്യാസഭഗവാൻ പറഞ്ഞു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഈ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ, ഐശ്വര്യ ജ്ഞാന വീര്യ കീർത്തി വൈരാഗ്യങ്ങളുള്ള ഷഡൈശ്വര്യങ്ങളുള്ള ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ വ്യാസാചാര്യൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് സന്ദീപാനന്ദഗിരി പഠിച്ചില്ല. അതുകൊണ്ട് സന്ദീപാനന്ദഗിരി, താങ്കൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. ഈ രാഷ്ട്രീയ കക്ഷികൾ, ഇതേ ചാനലുകാർ താങ്കൾക്കെതിരെ തിരിയുന്ന ഒരു കാലം അതിവിദൂരമല്ല. കാരണം താങ്കൾ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ മെയിലുകൾ, താങ്കൾ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ മൊഴികൾ വരും ദിവസങ്ങളിൽ കേരളം കേൾക്കും. സന്ദീപാനന്ദഗിരി, ഒരു കാര്യം ചിന്തിക്കുക, ഒരു ദിവസം 24 മണിക്കൂറും പൊതുജന മധ്യത്തിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ഓരോ മനുഷ്യരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം ചെവിയിൽ കേട്ട് സ്വയം ഉരുകുരുകി ഒരു മെഴുകുതിരി പോലെ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമ്മയുടേത്. അമ്മ സ്വകാര്യ സുഖങ്ങൾ സ്വീകരിക്കാറില്ല. ഓരോ ദിവസവും അങ്ങനെ ചെലവഴിക്കുന്ന ത്യാഗിനിയായ, യോഗിനിയായ, മഹായോഗിനിയായ, മഹാശക്തിയായ അമ്മയെ പറ്റിയാണ് താങ്കൾ ആരോപണം ഉന്നയിക്കുന്നത്. താങ്കളും ഗെയിൽ ട്രെഡ്വെലും ഒരേ നാണയത്തിന്റെ ഒരേ വശമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരും ഗുരുഘാതകന്മാർ, രണ്ടുപേരും ഗുരുവഞ്ചകന്മാർ, രണ്ടുപേരും ഗുരുവിനെ പറ്റി അപഖ്യാതി പറയുന്നവർ, രണ്ടുപേരും ഗുരുവിനെ വെറും ആൾദൈവമായി മാത്രം കാണുന്നവർ. നമുക്കറിയാം, ഭാരതത്തിൽ എല്ലാം ഈശ്വരൻ തന്നെയാണ്. ഉപനിഷത്ത് പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകനോട് അച്ഛൻ ചോദിക്കുകയാണ്, മകനെ, നീ എല്ലാം ഏതെന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുവോ? ആ അറിവ് അറിഞ്ഞുവോ? ഏനാശ്രിതം ശ്രുതം ഭവത്യമതം മതം അവിജ്ഞാതം വിജ്ഞാതമിതി. മകൻ പറഞ്ഞു, അറിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, തത്വമസി ശ്വേതകേതോ, ആ അറിവ്, ആ പരംബോധം, ആ പരമാത്മ ചൈതന്യം, ആ ഈശ്വരൻ നീ തന്നെ. ഭാരതത്തിൽ ഈശ്വരൻ കഴുതയോ കുതിരയൊന്നുമല്ല. ഭാരതത്തിൽ ഈശ്വരൻ ആകാശത്തിന് അപ്പുറത്തിരിക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ഭാരതത്തിലെ ഈശ്വരൻ ഓരോ ജീവനിലും കുടികൊള്ളുന്ന ബോധ ചൈതന്യമാണ്. ആ ബോധ ചൈതന്യം താൻ തന്നെ എന്നറിയുന്ന മഹാപുരുഷന്മാരെ ഈശ്വര തുല്യം ആരാധിക്കുന്ന പതിവ് പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്. സന്ദീപാനന്ദഗിരിക്ക് ഗുരുധ്യാന ശ്ലോകം അറിയാമെങ്കിൽ, ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? വിഷ്ണു ആയിരിക്കുന്നതും ശിവനായിരിക്കുന്നതും ബ്രഹ്മാവായിരിക്കുന്നതും സാക്ഷാൽ പരബ്രഹ്മമായിരിക്കുന്നതും ഗുരു തന്നെ. എന്നാൽ ആ ഗുരുവിന്റെ മൂർത്തിയിൽ ഈശ്വരനെ കണ്ട് ആരാധിക്കലാണ് ഭാരതീയരായ നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം മറന്നുകൊണ്ടാണ് സന്ദീപാനന്ദഗിരി സംസാരിക്കുന്നത്. അപ്പോൾ ഗുരുവിനെ ഈശ്വര തുല്യം ആരാധിക്കുന്നത് പുതിയ ചടങ്ങൊന്നുമല്ല, പണ്ടേക്ക് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഇനി കൂടുതൽ തെളിവ് വേണമെങ്കിൽ, സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ
അദ്ദേഹത്തിന്റെ ഗുരുവായ മഹാപുരുഷൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സമാധിക്ക് ശേഷം അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് ഒരു ശ്ലോകം എഴുതി. ആ ശ്ലോകം ഇതാണ്: സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ. ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനായി വന്നവനും സർവധർമ്മസ്വരൂപനുമായിരിക്കുന്ന അവതാരവരിഷ്ഠനായ രാമകൃഷ്ണായ തേ നമ. രാമകൃഷ്ണ, അവിടുത്തേക്ക് നമസ്കാരം. സ്വന്തം ഗുരുവിനെ അവതാര വരിഷ്ഠനായി കണ്ട ആ വിവേകാനന്ദ സ്വാമികൾ കേവലം ആൾദൈവ പൂജകനായിരുന്നോ? അപ്പോൾ നിങ്ങൾ പീപ്പിൾ ചാനലുകാർ അല്ലെങ്കിൽ പീപ്പിൾ ചാനൽ കണ്ട് കൈയടിച്ച് പരദൂഷണ സുഖം അനുഭവിക്കുന്ന മലയാളികൾ രാമകൃഷ്ണ പരമഹംസരെ കേവലം ഒരു ആൾദൈവമായി കാണുമോ? അല്ലെങ്കിൽ അത് പറഞ്ഞ് വിവേകാനന്ദ സ്വാമികൾക്ക് വിവരമില്ല എന്ന് കരുതുമോ? അതോ ഇവിടെ ചാനലിന്റെ ചർച്ചയ്ക്ക് വരുന്ന സന്ദീപാനന്ദഗിരിക്ക് വിവേകാനന്ദ സ്വാമികളെക്കാൾ ഏതെങ്കിലും ഒരു ഗുണം അധികം ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇതെല്ലാം കേട്ട് കൈയടിക്കുന്നത്? വിവേകാനന്ദ സ്വാമികള് ഡെട്രോയിറ്റിൽ 1896 ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ വിഷയം ഭാരതത്തിലെ വനിതകൾ എന്നതായിരുന്നു. ആ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ ഭാരതത്തിലെ ഋഷിണിമാരായ ഘന, മൈത്രേയി തുടങ്ങിയിരിക്കുന്ന ഋഷിണിമാരെ പറ്റി വാനോളം പുകഴ്ത്തി സംസാരിക്കവേ വിവേകാനന്ദ സ്വാമികൾ പെട്ടെന്ന് നിർത്തുകയാണ്. പ്രസംഗം നിർത്തിയിട്ട് വിദൂരതയിലേക്ക് നോക്കി അല്പസമയം ധ്യാന നിമഗ്നനായ അദ്ദേഹം നിന്നു. എന്നിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, "What I see is a prophetic vision of the awakening of the Divine Mother in the coming century. An Indian woman speaking Indian languages will inundate the entire world with Indian spirituality. Europe we shall conquer, America we shall conquer." സ്വാമിജി പറഞ്ഞു, ഞാൻ കാണുന്നത് പ്രവചനാത്മകമായ ഒരു കാഴ്ചയാണ്. വരും നൂറ്റാണ്ടിൽ ജഗന്മാതാവിന്റെ ഉദയമുണ്ടാകും. ഒരു ഭാരതീയ സ്ത്രീ ഭാരതീയ ഭാഷ സംസാരിച്ചുകൊണ്ട്, ഭാരതീയ വേഷം ധരിച്ചുകൊണ്ട് ലോകമെമ്പാടും ഭാരതത്തിന്റെ ആധ്യാത്മികതയിൽ ആറാടിക്കും. യൂറോപ്പ് നമ്മൾ കീഴടക്കും, അമേരിക്ക നമ്മൾ കീഴടക്കും എന്ന് സ്വാമി വിവേകാനന്ദൻ അന്ന് 1896 അമ്മ ജനിക്കുന്നതിന് മുമ്പേ ഇതേപ്പറ്റി പ്രവചനം ചെയ്തിട്ടുണ്ട്. സന്ദീപാനന്ദഗിരി പെണ്ണുങ്ങളോട് ഭോഗിച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഇത്തരം പുസ്തകങ്ങളോട് വായിച്ച് അതെല്ലാം പഠിച്ച് നന്നാവാൻ ശ്രമിക്കണമെന്ന് മാത്രം താക്കീത് ചെയ്യുകയാണ്. ഇല്ല, ഈ താക്കീത് താങ്കൾ കേൾക്കുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അനേകം യുവതികൾ താങ്കൾക്കെതിരായി സമർപ്പിച്ചിട്ടുള്ള പരാതികൾ കേരളീയ സമൂഹത്തിന് മുമ്പിൽ വലിച്ചിഴക്കപ്പെടും. താങ്കളുടെ ഈ കപട വ്യക്തിത്വമുണ്ടല്ലോ, ഈ കപട സന്യാസി വേഷം നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ പിച്ച് ചീന്തപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ടെലിവിഷൻ ചാനലിന് മുമ്പിൽ പ്രസ്താവനകൾ ഇറക്കി വീരൻ നടിക്കും. എന്നാൽ ത്യാഗം ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ? സ്വയം ജീവിതത്തിൽ ത്യാഗം അനുഷ്ഠിക്കാതെ അത് പ്രസംഗിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ലജ്ജയില്ലേ? ചാനലുകളിൽ അമ്മയെ പറ്റി പറയുന്നത് അമ്മ ലൈംഗിക ക്രീഡകളെ ഇങ്ങനെ നിരന്തരം ആസ്വദിക്കുകയാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, 24 മണിക്കൂറും പൊതുജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹതിയെ പറ്റിയാണ് ഈ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത്. ഇതിനു വേണ്ടി കൂട്ടുപിടിക്കുന്നതോ ഹിന്ദു സന്യാസി എന്ന കപട വേഷത്തിൽ നടക്കുന്ന ഒരു നിരാശ കമ്മ്യൂണിസ്റ്റിനെയും. സന്ദീപാനന്ദഗിരിയെ നമ്മൾ പണ്ട് നാട്ടിൽ ചൊല്ലുണ്ട്, തൂറിയോനെ പേറിയ പേറുന്നോൻ നാറും. നാടൻ ചൊല്ലാണ്, പറയുന്നതിൽ വിഷമം തോന്നണ്ട. സന്ദീപാനന്ദഗിരി സ്വയം ഭോഗതൃഷ്ണയുടെ ചളിക്കുണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന പരമ നാറിയായിട്ടുള്ള ഒരു സന്യാസിയാണ്. സന്യാസി എന്ന പദത്തിന് പോലും അർഹതയില്ലാത്തവനാണ്. അവനാണോ 24 മണിക്കൂറും ത്യാഗവും പ്രേമവും കാരുണ്യവും ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കുന്ന, പ്രസംഗിച്ച് നടക്കാത്ത ജീവിച്ചു കാണിക്കുന്ന അമ്മയെ പറ്റി സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ചാനലിലൂടെ വിളിച്ചു പറയുന്നത്? അതുകൊണ്ട് സന്ദീപാനന്ദഗിരിയുടെ ഭക്തന്മാരോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക. ഉടൻ തന്നെ സ്വാമി പെടും, യാതൊരു സംശയവും കാര്യത്തിനില്ല. ഗാന്ധിജിയെ പറ്റി ഇതുപോലെ ഗാന്ധിജിയുടെ പിതൃത്വം ചോദിച്ചെന്ന രീതിയിൽ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ പറ്റി എഴുതിയിട്ടുണ്ട്, നെഹ്റുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും ചർച്ച നടക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് വ്യക്തമായി ഹൈന്ദവ വിരുദ്ധമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അധികം വികാരം ആളിക്കെത്തിക്കാത്ത നിങ്ങളുടെ വിചാരം ആളിക്കെത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരം ആളിക്കത്തണം. സന്ദീപാനന്ദഗിരിയെ പോലുള്ള കപട സന്യാസിമാരെ വളരെ സൂക്ഷിച്ചിരിക്കണം. അതുപോലെ ചാനലുകളിൽ ചർച്ച നടത്തുന്ന ആളുകളുടെ സൂക്ഷ്മ താല്പര്യങ്ങളെ നാം കരുതിയിരിക്കണം. അമ്മയെപ്പോലെയുള്ള മഹാപുരുഷനെ, മഹാത്മാവിനെ കൂടുതൽ സമാശ്രയിച്ച് ചിത്തശുദ്ധിയിലേക്ക് ഉയരാൻ വേണ്ടി ഓരോരുത്തരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് വിചാരപരമായും ബുദ്ധിപരമായും നീങ്ങാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടും വരും കാലത്തെ ഗവൺമെന്റിന് വേണ്ടി തയ്യാറായിരിക്കാൻ വേണ്ടിയിട്ടും, എന്ന് പറഞ്ഞാൽ വോട്ട് വിനിയോഗിക്കുമ്പോൾ വോട്ട് ചെയ്ത് നാം ജയിപ്പിക്കുന്നവൻ നമുക്ക് തന്നെ ചായുന്ന മരമായി തീരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിക്കാൻ വേണ്ടി ഉപനിഷത്തിൽ പറയുന്ന പോലെ തസ്മാത് ജാഗ്രത എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം അമ്മയുടെ പാതാരബന്ധങ്ങൾ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരിയേ നമഃ.